ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പപ്പായ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ലോഷൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഈ ലോഷൻ നമുക്ക് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ വൃത്തിയാക്കുന്നതിനും സിങ്ക് വൃത്തിയാക്കുന്നതിനും പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനും അത് വേണ്ട നമ്മുടെ വീടിന് ചുറ്റും കൊതുകിൻ്റെ ശല്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കൊതുകിനെ നാമാവശേഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ലോഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ചോപ്പർ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു കൊച്ച് പപ്പായയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കറയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല, കഴുകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിൻ്റെ അരിയും ഇതിൻ്റെ കൂടെ അരിഞ്ഞു പോയാൽ വിഷമമൊന്നുമില്ല. അത് നമുക്ക് അതുപോലെ തന്നെ എടുക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ പപ്പായയൊക്കെ വാടി വീഴാറുണ്ട്. അതുപോലെ ചെറിയ മരങ്ങളൊക്കെ മുറിച്ച് കളയുന്ന സമയത്ത് ഇതുപോലുള്ള കൊച്ചു പപ്പായകൾ കാണും. ആ സമയത്ത് നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ടിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അതാണ്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മളിവിടെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം, നീര് മാത്രം നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ മിക്സിയിൽ ഈ കപ്പയ്ക്ക അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നല്ല രീതിയിൽ ഇതുപോലെ കരണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെ നീര് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഇതിനെ പിഴിഞ്ഞ് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു നീര് എടുക്കാവുന്നതാണ്. സാധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പപ്പായയുടെ മരം പൂർണ്ണമായിട്ടും ഒടിഞ്ഞു വീഴാറുണ്ട്. ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വെറും പൊട്ടായിട്ടുള്ള കറയുള്ള പപ്പായ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുകൊണ്ട് ലോഷൻ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഉപ്പും സോഡാപ്പൊടിയും നല്ല രീതിയിൽ കലങ്ങുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ആ കലങ്ങി വന്നതിന് ശേഷം നമുക്കിതിനകത്തൊരു പതയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് സർഫ് എക്സലോ ഏരിയലോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. കാര്യം നമ്മളിത് ഒരു പത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് എമൗണ്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പന്നലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിന് ഒരു 3/4 ഭാഗത്തോളം വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ല രീതിയിൽ വീണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുപ്പിയാണ് എടുത്തേക്കുന്ന. കാര്യം ഞാനിവിടെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതുപോലെ ഒരു കുപ്പിക്കകത്തേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കരണ്ടിയും കൊണ്ടാണ് കോരി ഒഴിച്ച് കൊടുക്കുന്ന. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തോടെ ചരിച്ച് കഴിഞ്ഞാൽ കുപ്പിക്ക് വെളിയിലോട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളം പോവും. അതുകൊണ്ട് തന്നെ ഞാനൊരു കരണ്ടിയിൽ കുറേശ്ശെയായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനപ്പോൾ ഫുള്ളും ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ച നിറത്തിലുള്ള ലോഷൻ, പപ്പായ കൊണ്ടുള്ള ലോഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്നും കൂടെ നോക്കാം. അപ്പോൾ വീട്ടിൽ നമ്മൾ 2-3 ദിവസമൊക്കെ ആയി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുപ്പൊക്കെ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചും കൊണ്ട് എങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കുറച്ച് ഇതുപോലെ നമ്മുടെ ഗ്യാസിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തേച്ച് ഇതിനെ വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്തായിരിക്കുമല്ലോ നമ്മൾ ഈ ലിക്വിഡും ഡിഷ് വാഷും അതുപോലെ ക്ലീനറും ഒക്കെ വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ വെച്ച് ഉപയോഗിക്കുകയും വളരെ കുറച്ച് പൈസ നമുക്ക് ലാഭിച്ചെടുക്കുകയൊക്കെ ചെയ്തൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ എല്ലായിടവും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്.
ഇനി ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ അഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്സിലോട്ട് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ചെയ്യാനായിട്ട് മടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മടുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് വേറൊന്നുമല്ല, ഇതേ കാര്യം തന്നെ നമ്മൾ വാഷ് ബേസിനിൽ ഉപയോഗിക്കുന്നു, അത്രമാത്രം. അവിടെയും ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ വൃത്തിയാക്കുന്നതിനും ഇതുപോലെ ഇവിടെയുള്ള ഒരു സ്മെല്ലൊക്കെ കാണുമല്ലോ സാധാരണ വാഷ് ബേസിനിൽ, അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇതുപോലെ തന്നെ തേച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തേച്ചിട്ട് ഞാനൊന്ന് കഴുകി കാണിച്ചു തരാൻ. കണ്ടില്ലേ, നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിലും ഇത് ഒന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് അത്ര വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്ന, കാര്യം പൈപ്പിലെ വെള്ളത്തിൻ്റെ അഴുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അത് പനലായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ലിക്വിഡും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതുപോലൊന്ന് കഴുകി നോക്കാം, വൃത്തിയാവുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.